ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിൽ ചെയ്യുന്നത് നാഷണലിസം ആൻഡ് യൂറോപ്പ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില MCQs ആണ്. കാരണം നിങ്ങൾക്ക് ടേം 1 എക്സാമിന് ഹിസ്റ്ററിയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് യൂറോപ്യൻ കൺസർവേറ്റീവ് ഐഡിയോളജി? നമുക്കറിയാം, നിങ്ങൾ പഠിച്ച ടോപ്പിക്കായിരുന്നു. ടോപ്പിക് ഇങ്ങനെയാണ്, ഇതാണ് ന്യൂ കൺസർവേറ്റിസം ആഫ്റ്റർ 1815. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിയന്ന കോൺഗ്രസിന് ശേഷം ഒരുപാട് ന്യൂ റെഷീംസ് ഈ യൂറോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ വന്ന റെഷീംസ് എല്ലാം ദേ വർ ഫോളോയിങ് കൺസർവേറ്റീവ് ഐഡിയോളജി. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പിക്ക് ചെയ്യേണ്ടത്. ഏതായിരിക്കും? ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക, ആൻസർ ചെയ്ത് നോക്കുക. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണലിസ്റ്റ് ബിലീഫ് ഇൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. നമുക്കറിയാം, ഈ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന പേരുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. ദേ വർ അഗെയിൻസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ചേഞ്ചസ്. നിങ്ങൾ കഴിഞ്ഞ വർഷം 9th പഠിച്ചിട്ടുണ്ട് ഇവരെ പറ്റിയിട്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. ലിബറലിസം, റാഡിക്കലിസം ആൻഡ് കൺസർവേറ്റിസം. സോ ദേ വാണ്ടഡ് ടു പ്രിസർവ് ഓൾ ദ ട്രഡീഷണൽ തിങ്സ്. അതാണ് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2: ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ടു കൺവീൻ ദ വിയന്ന കോൺഗ്രസ് ഇൻ 1815 ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. എന്തിനായിരിക്കും അവിടെ വിയന്ന കോൺഗ്രസ് 1815 കൺവീൻ ചെയ്തത്? അത് നമുക്കറിയാം, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ടു റീസ്റ്റോർ കൺസർവേറ്റീവ് റെഷീംസ് ഇൻ യൂറോപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 3: After the Napoleon, which dynasty was restored in France? ഏതായിരിക്കും? നെപ്പോളിയൻ മരണത്തിന് ശേഷം 1815 ശേഷം ഏത് ഡൈനാസ്റ്റിയാണ് ഫ്രാൻസിൽ വീണ്ടും അവർ അധികാരത്തിലേക്ക് വന്നത്? നമുക്കറിയാം, ബോർബൺ ഡൈനാസ്റ്റിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Now question number 4, easy question. Who said when France sneezes the rest of Europe catches cold? അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡ്യൂക്ക് മെറ്റേണിച്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5: നെയിം ദ കസ്റ്റംസ് യൂണിയൻ ഫോംഡ് ബൈ പ്രഷ്യ ടു അബോളിഷ് ടാരിഫ് ബാരിയേഴ്സ്. പഠിച്ച കാര്യമായിരുന്നു. ജർമ്മൻ യൂണിഫിക്കേഷൻ ആ ഒരു സമയത്ത് അവിടെ യൂണിഫിക്കേഷനിലല്ല, അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റം യൂണിയൻ്റെ കാര്യം. ഏതായിരിക്കും? നമുക്കറിയാം, ആൻസർ സോൾവെറൈൻ ആണ്. നൗ, ഹു വർ ദി ജംഗേഴ്സ്? സോൾജേഴ്സ് ആണോ, ലാർജ് ലാൻഡ് ഓണേഴ്സ് ആണോ, അരിസ്റ്റോക്രസ് ആണോ, ഓർ നൊബിലിറ്റി? ഇവിടെ ജംഗേഴ്സ് എന്ന് പറയുന്നത് ഓർക്ക് ലാർജ് ലാൻഡ് ഓണേഴ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്യൂഡൽസിനെ പറയുന്ന പേരാണ് ജംഗേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7: ഹു എമംഗ് ദ ഫോളോയിങ് ഫോം ദ സീക്രട്ട് സൊസൈറ്റി കോൾഡ് യങ് ഇറ്റലി? ഈസി ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, മസീനി. ക്വസ്റ്റ്യൻ നമ്പർ 8: വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീറ്റി ഗേവ് ഗ്രീസ് എ റെക്കഗ്നിഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ? എന്ന് പഠിച്ച ടോപ്പിക്കായിരുന്നു. ടോപ്പിക് ഇതാണ്, ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഏത് ട്രീറ്റിലൂടെയാണ് ഈ ഗ്രീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറിയത്? നമുക്കറിയാം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 9: റൊമാൻറ്റിസിസം റെഫേഴ്സ് ടു വിച്ച് മൂവ്മെൻറ്റ്? പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണോ, റിലീജിയസ് മൂവ്മെൻ്റ് ആണോ, കൾച്ചർ മൂവ്മെൻ്റ് ആണോ, ലിറ്റററി മൂവ്മെൻ്റ് ആണോ? നമുക്കറിയാം, ഇത് ആളുകളുടെ ആ ഒരു കൾച്ചറിനെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്ത, നമുക്കറിയാം, ലാംഗ്വേജ്, കൾച്ചറിനെ, ഒരുപാട് ആളുകളുടെ ഒരുപാട് ഫീൽഡ് ഓഫ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഐഡിയോളജി ആയിരുന്നു റൊമാൻസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൾച്ചറൽ മൂവ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10: വിച്ച് സെൻറ്റൻസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ ഉട്ടോപ്യൻ സൊസൈറ്റി? നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ടോപ്പിക് ഇതായിരുന്നു, ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തായിരിക്കും, ഒരു പിക്ചറിനെ ബേസ്, ഒരു പെയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കായിരുന്നു. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ഉട്ടോപ്യൻ സൊസൈറ്റി? ആൻസർ എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻ ഐഡിയലിസ്റ്റ് സൊസൈറ്റി വിച്ച് ക്യാൻ നെവർ ബി അച്ചീവ്. ഇതൊരു ഡ്രീം മാത്രമാണ്. നമുക്കറിയാം, നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത്രയും നല്ലൊരു സൊസൈറ്റി ഒരിക്കലും കിട്ടില്ല. ബട്ട് സ്റ്റിൽ ദറ്റ് കൺസെപ്റ്റ് ഓർ ദ ഡ്രീം ഈസ് നോൺ ആസ് ഉട്ടോപ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11: ദ ഫസ്റ്റ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം കെയിം വിത്ത്? ഏത് റവല്യൂഷനിലൂടെയാണ് ഒരു നാഷണലിസം എന്ന ഫീലിംഗ് ആദ്യമായിട്ട് ഒരു വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അമേരിക്കൻ റവല്യൂഷനാണോ, ഫ്രഞ്ച് റവല്യൂഷനാണോ, റഷ്യനാണോ, ഓ ദി ഇൻഡസ് റവല്യൂഷൻ? നമുക്കറിയാം, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് തന്നെയാണ് മെറ്റേണിച്ച് പറഞ്ഞത്, വെൻ ഫ്രാൻസ് നീസസ് ദെൻ ദ യൂറോപ്പ് ഗെറ്റ്സ് കോൾഡ്. അതായത് ഫ്രാൻസിൽ ഉണ്ടായ ഒരു റവല്യൂഷൻ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുണ്ടായി. ആൻഡ് സോ ഇറ്റ് മീൻസ് ഇറ്റ് കുഡ് ഇൻസ്പയർ ദ പീപ്പിൾ ഓഫ് എൻ്റെ വേൾഡ്. സോ ഫ്രാൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ. Now question number 12, easy question. Who among the following was the founder of Young Italy? നമുക്കറിയാം, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മസീനി.
Question number 13. Which of the following was not among the measures adopted by the French revolutionaries to create a sense of collective identity? നമ്മൾ പഠിച്ച ഈ ചാപ്റ്ററിൽ തോന്നുന്നു രണ്ടാമത് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായിരുന്നു ഈ ഒരു കാര്യം. ഈ ഫ്രഞ്ച് റവല്യൂഷണറീസ് ഫ്രാൻസിലെ നാഷണലിസം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം മെത്തേഡ്സാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത്. അതായത് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് നോട്ട് എമംഗ് എന്നാണ്, കറക്റ്റ് മെത്തേഡ് അല്ലാത്തത് ഏതായിരിക്കും? നമുക്ക് വേണ്ടി നോക്കാം. നമുക്കറിയാം ഐഡിയാസ് ഓഫ് ലാപാട്രി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമായിരുന്നു. ഈവൻ ലേസിറ്റോയൻ. ദെൻ ദേ ഗോട്ട് എ ട്രൈക്ലർ ഫ്ലാഗ്, അതും വരുന്നുണ്ട്. നമുക്കറിയാം ഡി ഹിംസ് വർ കമ്പോസ്, അതും വരുന്നുണ്ട്. സി റീജിയണൽ ഡയലക്ട്സ് വർ എൻകറേജ്. ഈ റീജിയണൽ ഡയലക്ട്സ് എന്ന് പറയുന്നത് ഈ ഓരോ ലൊക്കാലിറ്റിയിലും അവിടുത്തെ റീജിയണൽ ലാംഗ്വേജസിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അല്ലേ. അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ഫ്രഞ്ച് ലാംഗ്വേജിനായിരിക്കും, ഒരു യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ റീജിയണൽ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ദേ പ്രൊമോട്ടഡ് ദ ഫ്രഞ്ച് ലാംഗ്വേജ്. സോ ഓപ്ഷൻ സി അവിടെ റോങ് ആണ്. അതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഗിവൺ ഫാക്ടേഴ്സ് ലെഡ് ടു ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്? ആളുകൾക്ക് നാഷണലിസം ഉണ്ടാകാൻ വേണ്ടി ഏത് ഫാക്ടറാണ് കൂടുതൽ ഹെൽപ്ഫുള്ളായത്? ഹ്യൂജ് എക്കണോമിക് ഹാർഡ്ഷിപ്പാണോ ഇൻ ഇറ്റലി, ദ സ്പ്രെഡ് ഓഫ് ഐഡിയോളജി ഓഫ് ലിബറലിസം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഓർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അബ്സല്യൂട്ടിസ്റ്റ് നേഷൻ? ഏതായിരിക്കും ഈ നാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്ത ഫാക്ടർ? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദ സ്പ്രെഡ് ഓഫ് ഐഡിയോളജീസ് ഓഫ് ലിബറലിസം. ലിബറൽസാണ് ഒരു പരിധിവരെ ഈ ഒരു നാഷണലിസം എന്നുള്ള ഒരു എലമെൻറ്റിനെ അവിടെ പ്രൊമോട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അനലൈസ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ കൺസിഡറിങ് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻ. ഒരുപാട് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു പേഴ്സണെ പറ്റി ഒരുപാട് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. He was perhaps the most celebrated of Italian freedom fighters. He came from a family engaged in coastal trade and was a sailor in the merchant navy. In 1833, he met Mazzini. അപ്പോൾ നമുക്കറിയാം മസീനി അല്ല, he met Mazzini എന്ന് പറയുന്നുണ്ട്. Joined the Young Italy movement and participated in a Republican uprising in Piedmont in 1934. ആരെക്കുറിച്ചാണ് ഇത്രയും ക്ലൂസ് അവിടെ കൊടുത്തിട്ടുള്ളത്? ആരായിരിക്കും? നമുക്കറിയാം, അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗ്യാരിബാൾഡി. ഗ്യാരിബാൾഡിയെക്കുറിച്ചാണ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അറിയാത്ത ഒന്നാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ബോക്സ് കാണാൻ പറ്റും. പലപ്പോഴും കുട്ടികൾ ആ ബോക്സ് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു അത്തരം ബോക്സിന് കൂടി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. Now question number 16. Which of the following countries did not attend the Congress of Vienna? ഏത് കൺട്രി ആയിരിക്കും വിയന്ന കോൺഗ്രസ് അറ്റൻഡ് ചെയ്യാത്തത്? ആൻസർ ചെയ്ത് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലൻഡ്. നമുക്കറിയാം ബ്രിട്ടൻ, റഷ്യയും എല്ലാം അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കൺട്രികളാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17. LA, ദ മെഷറിംഗ് യൂണിറ്റ് ഇൻ ജർമ്മനി വാസ് യൂസ് ടു മെഷർ. LA എന്തിൻ്റെ യൂണിറ്റാണ്? നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ LA എന്നുള്ള ഒരു പല സ്ഥലത്തും അതിന് പല വാല്യൂസ് ആയിരുന്നു അല്ലേ. സോ ദേ ട്രൈ ടു ഗെറ്റ് എ യൂണിഫോം വെയ്റ്റ് ആൻഡ് മെഷർ. ഏതായിരിക്കും അത്? ക്ലോത്തിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ആണ്. LM ഈസ് ദ മെഷറിംഗ് യൂണിറ്റ് ഓഫ് ക്ലോത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഒട്ടോമൻ എംപയർ വാസ് റൂൾഡ് ബൈ ദ എംപറർ ഓഫ്. ആരായിരിക്കും? തുർക്കിയാണോ, റഷ്യയാണോ, ബ്രിട്ടനാണോ, പ്രഷ്യയാണോ? ഈസി ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തുർക്കി ആയിരുന്നു ഒട്ടോമൻ എംപയർ. ഒട്ടോമൻ എംപയർ റൂൾ ചെയ്യുന്നത് തുർക്കിയായിരുന്നു, അല്ലെങ്കിൽ തുർക്കി റൂൾ ചെയ്തിരുന്നത് ഒട്ടോമൻ എംപയർ ആയിരുന്നു. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19. എമംഗ് ദ ഫോളോയിങ് വിച്ച് സെക്ഷൻ വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ യൂറോപ്യൻ മിഡിൽ ക്ലാസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അരിസ്റ്റോക്രസ് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ യൂറോപ്യൻ മിഡിൽ ക്ലാസ്സിൽ വരാത്തത് ആരാണ്? പ്രൊഫഷണൽസ് ആണോ, ബിസിനസ്മെൻ ആണോ, നോബിൾസ് ആണോ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആണോ? ഓർക്കുക, യൂറോപ്യൻ മിഡിൽ ക്ലാസ്സിൽ വരാത്ത സൊസൈറ്റിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അവിടെ മിഡിൽ ക്ലാസ് വരാത്തത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നോബിൾസ് ആണ്. അവർ കുറച്ചുകൂടെ ഹയർ സെക്ഷൻ അല്ലേ, അവരൊരിക്കലും മിഡിൽ നിൽക്കേണ്ട ആൾക്കാരല്ല, അവരൊക്കെ ഒരു പ്രൈമറി സെക്ഷനിൽ വരുന്ന ആളുകളാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആഫ്റ്റർ ദ ഫ്രഞ്ച് റവല്യൂഷൻ ദ റൈറ്റ് ടു വോട്ട് വാസ് ഗിവൺ ടു. ഇത് നമ്മൾ 10th അത്രത്തോളം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം 9th പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. അവിടെ ആളുകളെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്റ്റീവ് സിറ്റിസൺ ആൻഡ് പാസീവ് സിറ്റിസൺ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ആർക്കാണ് റൈറ്റ് ടു വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓൾ പ്രോപ്പർട്ടി ഓണിങ് മെയിൽ സിറ്റീസൺ ഓഫ് ദ കൺട്രി. നമുക്കറിയാം റിച്ച് ആയിട്ടുള്ള, അതും പ്രത്യേകിച്ച് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അവിടെ
മെയിൽ പീപ്പിളിന് മാത്രമാണ് അവിടെ വോട്ടിംഗ് റൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, വിമൻസിന് കിട്ടിയിട്ടില്ല, അതുപോലെ വിമണിനില്ല, അതുപോലെ പുവർ പീപ്പിളിനില്ല. ഇത്തരം ഒരു ആക്റ്റീവ് സിറ്റീസിന് മാത്രമാണ് റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നത് ഇൻ ഫ്രാൻസ്. Now question number 21. Which of the following group of powers collectively defeated Napoleon? അവർക്ക് എന്തായിരിക്കും, ഇതേ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് തന്നെയാണ് പിന്നീട് വിയന്ന കോൺഗ്രസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? കാരണം അവിടെ മെയിൻ എയിം എന്ന് പറയുന്നതായിരുന്നല്ലോ, വിയന്ന കോൺഗ്രസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ നെപ്പോളിയൻ മുമ്പ് കോൺക്വർ ചെയ്ത ടെറിട്ടറീസ് എല്ലാം ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു എയിമായിരുന്നു. അപ്പോൾ ആരൊക്കെ ആയിരിക്കും അവിടുത്തെ പാർട്ടിസിപ്പൻസ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓസ്ട്രിയ, പ്രഷ്യ, റഷ്യ, ബ്രിട്ടൻ. Now question number 22. It is about liberal nationalism. The liberal nationalism stands for freedom for individual and equality for life ആണോ, before life ആണോ, preservation of autocracy and clerical privileges ആണോ, or freedom for only male members of society and equality before law, to strengthen absolute monarchies in all the countries of Europe. ഇതിലേതാണ് ലിബറൽ നാഷണലിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്? എന്നൊക്കെ ഒന്ന് വായിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇക്വാളിറ്റി ബിഫോർ. അത് അവിടെ മെയിൻ എയിം എന്ന് പറയുന്നതായിരുന്നു. നമുക്കറിയാം ഈ ലിബറലിസം എന്നുള്ള വേർഡിൻ്റെ റൂട്ട് എന്ന് ഏതാണ്? ലിബർ എന്നുള്ള വേർഡാണ്, അതിൻ്റെ മീനിങ്ങും ഫ്രീ എന്നാണ്. സോ ദേ ഷുഡ് ഫോർ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ലോ. Question number 23. In the initial stages, the French armies were welcomed as harbingers of liberty, but the initial enthusiasm soon turned to hostility. Identify the reason from the following. അതായത് ഫ്രഞ്ച് ആർമീസിനെ അല്ലെങ്കിൽ ഫ്രഞ്ച് റൂളിനെ ആദ്യമൊക്കെ ആളുകൾ വെൽക്കം ചെയ്തെങ്കിലും പിന്നീട് ആളുകൾക്ക് അവരെ ഇഷ്ടമില്ലാതെയായി. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഇൻക്രീസ് ടാക്സേഷൻ, സെൻസർഷിപ്പ്, ഫോഴ്സ് കൺസ്ക്രിപ്ഷൻ ഇൻ ടു ദ ഫ്രഞ്ച് ആർമീസ് ആണോ, ഇൻട്രൊഡ്യൂസ് യൂണിഫോം ലോസ്, സ്റ്റാൻഡേർഡൈസ്ഡ് വെയിറ്റ് ആൻഡ് മെഷർ? എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട്. ഇതിൽ ഒരു കാര്യം മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അവർ കൂടുതലായിട്ട് ആ ഒരു ഫ്രഞ്ച് ആർമിയെ വെൽക്കം ചെയ്യാതിരുന്നത് ലേറ്റ്. ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതിൽ 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ടാക്സേഷൻ, അവർ സെൻസർഷിപ്പ് കൊണ്ടുവന്നു, അതുപോലെ ഫോഴ്സ് കൺസെപ്ഷൻ കൊണ്ടുവന്നു. ഇതെല്ലാം കാരണം കൊണ്ടാണ് ആൾക്കാർ ആ ഒരു ഫ്രഞ്ച് ആർമീസിനെ പിന്നീട് അവരെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. ബാക്കിയെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ മാത്രമാണ് ഒരു നെഗറ്റീവ് എലമെൻറ്റ്സ് വരുന്നത്. പിന്നെ question 24. Which one of the following statements is not true about aristocracy? പ്രത്യേകം ഓർക്കുക, നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ഓൺ എസ്റ്റേറ്റ് ഇൻ ദ കൺട്രി സൈഡ് ആൻഡ് ആൾസോ ടൗൺ ഹൗസ്. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ഒരു ഫീച്ചറായിട്ട് വരുന്നതാണ് ഈ പോയിന്റ്. ഇനി ദേ സ്പോക്ക് ഫ്രഞ്ച് ഫോർ പർപ്പസ് ഓഫ് ഡിപ്ലോമസി ആൻഡ് ഇൻ ഹൈ സൊസൈറ്റി. ഓർക്കുന്നുണ്ടായിരിക്കും, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവരുടെ ഫീച്ചറാണ്. ദേ ഫാമിലീസ് ബർ ഓഫൺ കണക്റ്റഡ് ബൈ ടൈസ് ഓഫ് മാരേജ്. പ്രത്യേകിച്ചും അരിസ്റ്റോക്രാറ്റ്സ് എല്ലാം ആ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് മാത്രമാണ് അവർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. ദേ ഓഫൺ ക്ലാഷ് വിത്ത് ദ ഐഡിയാസ് ഓഫ് മൊണാർക്സ്. ആ ഒരു കാര്യം വരുന്നില്ല അല്ലേ, അവരതിനു വേണ്ടി ഒരു ക്ലാഷ് അവർ ഒരിക്കലും നടത്തിയിട്ടില്ല. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദേ ഓഫൺ ക്ലാഷ് വിത്ത് ദ ഐഡിയാസ് ഓഫ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 25. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഫോളോയിങ് വാട്ട് എക്കണോമിക് ലിബറലിസം സ്റ്റുഡ് ഫോർ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിബറലിസത്തിന് 2 എയിമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള എയിം, അതുപോലെ മറ്റൊന്നാണ് എക്കണോമിക് ഫീൽഡിലുള്ള എയിം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ എക്കണോമിക് ഫീൽഡിലുള്ള ലിബറലിസത്തിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരാൾ നോക്കാം. അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് ഇമ്പോസ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, അതൊരു കറക്റ്റ് പോയിൻ്റാണ്. നൗ എൻഡ് ഓഫ് ഓട്ടോക്രസി ആൻഡ് ക്ലറിക്കൽ പ്രിവിലേജസ്. അവർക്ക് ആ ഒരു എയിം ഉണ്ടായിരുന്നെങ്കിലും ബട്ട് ഇത് വരുന്ന ഏതിലല്ല, എക്കണോമിക് ഫീൽഡിൽ വരുന്ന എയിം അല്ല, അതൊരു പൊളിറ്റിക്കൽ എയിമിൽ വരുന്ന കാര്യമായിരുന്നു. സോ 2 ഈസ് റോങ്. നൗ തേർഡ് വൺ, ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇക്വാളിറ്റി ഓഫ് ഓൾ. ഇത് അവരുടെ എയിം തന്നെയായിരുന്നു, പക്ഷേ അതും വരുന്ന ഇക്കണോമിക് ഫീൽഡിലല്ല, അതും വരുന്നത് പൊളിറ്റിക്കൽ എയിമിലാണ്. സോ 3 ഈസ് ആൾസോ റോങ്. നൗ ഫോർത്ത് വൺ, ഫ്രീഡം ഓഫ് മാർക്ക്. നമുക്കറിയാം അത് വരുന്നുണ്ട്, അതും എക്കണോമിക് എയിമിൽ വരുന്ന കാര്യം തന്നെയാണ്. സോ അവിടെ കറക്റ്റായിട്ട് ഏതൊക്കെയായിരുന്നു? 1 and 4. സോ അവിടെ ആൻസർ ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1 and 4 ആർ കറക്റ്റ്. Now question number 26. Dash was a famous English poet who organized funds and later went to fight in the Greek War of Independence. പറഞ്ഞ കാര്യമായിരുന്നു. അദ്ദേഹം ഒരു പോയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ദി ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ലേറ്റർ അവിടെ വെച്ച് മരിക്കുകയോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പോയിറ്റിനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരിക്കുക? നമുക്കറിയാം, ഓപ്ഷൻ ബി ലോർഡ് ബൈറൺ ആണ് ആൻസർ. Now question number 27.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിഡ് ദ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് നോട്ട് ബിലീവ് ഇൻ? 1850 ശേഷം വന്ന ആ ഒരു കൺസർവേറ്റീവ് റെഷീംസുകാരെ ബിലീവ് ചെയ്യാത്ത പോയിന്റ് ഏതായിരുന്നു? നമുക്ക് ഒരെണ്ണം നോക്കാം. ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് പോളിസി. നമുക്കറിയാം അവർ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു. സോ 1 ഈസ് കറക്റ്റ്, എ ഈസ് കറക്റ്റ്. നൗ സ്ട്രെങ്തൻ മൊണാർക്കി, അതും കറക്റ്റാണ്. അവർ പരമാവധി ശ്രമിച്ചത് ഈ ഡെമോക്രസിക്ക് പകരം അവർ മൊണാർക്കിയെ സ്ട്രെങ്തൻ ചെയ്യാനായിരുന്നു അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബിയും കറക്റ്റ് തന്നെയാണ്. ഇനി സി നോക്കാം. എ കംപ്ലീറ്റ് റിട്ടേൺ ടു എ സൊസൈറ്റി ഓഫ് പ്രീ റെവല്യൂഷണറി ഡേയ്സ്. അത് റോങ് ആണ്. കാരണം പ്രീ റെവല്യൂഷൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഡേയ്സ് ആയിരിക്കും. അതിലേക്കൊരു തിരിച്ചുപോക്ക് ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടില്ല. സോ സി റോങ് ആണ്. ഇനി പ്രിസർവേഷൻ ഓഫ് ചർച്ച് നമുക്കറിയാം, അത് അവർ ആഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നു. സോ ഓപ്ഷൻ സി ആണ് അവിടെ നമ്മൾ ആൻസറായിട്ട് വരുന്നത്. They didn't want a complete return to a society of pre-revolutionary days. Now question number 28. Name the event that mobilized nationalist feelings among the educated elite across Europe. അതായത് ഈ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ്, അതായത് നാഷണലിസ്റ്റ് എന്നുള്ള ഒരു ഫീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്ത ഫാക്ടർ ഏതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്? രജിസ്ട്രേഷൻ ഓഫ് ബൂബൻ കിങ്സ് ടു പവർ. നമുക്കറിയാം അതൊരിക്കലും നാഷണലിസ്റ്റെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. കാരണം ഈ ഒരു ബൂബൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് മൊണാർക്കിയാണ്. സോ അത് കറക്റ്റ് അല്ല. ഇനി ബി, ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഏതായിരിക്കും? അത് കറക്റ്റ് അല്ലേ? കാരണം ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഒരു പരിധിവരെ അവിടുത്തെ ആളുകൾക്ക് ഈ ഒരു നാഷണലിസ്റ്റുള്ള ഫീലിംഗ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ റെവല്യൂഷൻ കൂടിയായിരുന്നു. സോ കറക്റ്റ് ആൻസർ വരുന്നത് അവിടെ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ബാക്കിയെല്ലാം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. Now a picture based question നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇൻ എ സെപ്പറേറ്റ് വീഡിയോ. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാണാത്തൊരു ജസ്റ്റ് ആ വീഡിയോ കാണുക. ആൻസർ മാത്രം പറയാം. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓക്കെ, നമുക്കറിയാം ക്വസ്റ്റ്യൻ നമ്പർ 29ൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ലോസസ് ഓഫ് നെപ്പോളിയൻ ആണ്. ഓക്കെ, അഗെയിൻ എ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. The painting The Dream of Worldwide Democratic and Social Republic was prepared by. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു. കറക്റ്റ് ആൻസർ നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. ബി ആണ് കറക്റ്റ് ആൻസർ, ഫ്രെഡറിക് സോറി. നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.